വെജിറ്റേറിയൻസിനും ഡോഗ്സിനെ വളർത്താം, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കിബിൾസ് നമ്മുടെ ഡോഗ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ടല്ലോ. ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പം എങ്ങനെയാണ് അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയത്? ഇപ്പം പ്യുവർ വെജിറ്റേറിയനിൽ നിന്ന് ഇങ്ങനെ സൗഭാഗ്യം പട്ടിക്ക് വേണ്ടി എന്തെന്ന് പറഞ്ഞാൽ സൗഭാഗ്യം ഡോഗ്സിന് വേണ്ടി എനിക്ക് കുഴപ്പമില്ല. ബ്ലൂ വെയിലാണെങ്കിലും പിടിച്ചു കൊടുക്കും. അത്രയധികം. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കൂല. അതായത് ചേട്ടനൊക്കെ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യേണ്ടി വരും. ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. ഇവരുടെയൊക്കെ ഈ ഡോഗ്സിന്റെ ഒക്കെ ഡയറ്റ് കാര്യങ്ങൾ ചോദിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കും ഇവർക്ക് ഫുഡ് ഒരു ദിവസത്തെ? എല്ലാം ചേട്ടനാണ് പ്ലാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂല ആർക്കും. പറയത്തില്ല. അല്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെയൊക്കെ തന്നെ ഈ ഫൈബറുള്ള കുറച്ച് വെജിറ്റബിൾസ് ഡോഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ചിക്കൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ മീറ്റ് കൊടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യും. അത്ര തന്നെ. ഇത്രയും ഡോഗ്സിനൊക്കെ ഇവിടെ വളർത്തുമ്പോൾ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടാവും ഒരു ദിവസം ഏകദേശം? നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം നമ്മൾക്ക് ഇതിൽ നിന്ന് ബിസിനസ്സും അല്ല. ഒരു സമയത്ത് പൈസ ഇല്ലാതാകുമ്പോൾ ആലോചിക്കുമായിരിക്കും. നമുക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബൈക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അയ്യോ എത്ര മൈലേജ് ഉണ്ട്, പെട്രോൾ ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ നോക്കൂല എന്ന് പറഞ്ഞാല് ഇപ്പൊ പട്ടിയെ വളർത്താൻ പറ്റുന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയില്ല. ബിസിനസ് അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഒരു മാസം എത്ര ചെലവാകുന്നു അങ്ങനെ നമ്മൾ നോക്കിയിട്ടില്ല. ഇതാണ് ന്യൂ അഡിഷൻ റാഡോ. നമ്മുടെ തങ്കക്കുടവാണ്. ഈ വീട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായി പോയി. ഹ്യൂഗോ പോയപ്പോഴത്തേക്കും വേറെ ബർഫി നൈലൊക്കെ വന്നിട്ടൊന്നും ശരിയാവുന്നില്ലായിരുന്നു. ഇവനെപ്പോൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചു അപ്പോഴാണ് എല്ലാം ബാക്ക് ടു നോർമലായത്. മറ്റേ ഹ്യൂഗോയുടെ റെപ്ലിക്ക എനിക്കങ്ങനെ തോന്നി. പക്ഷേ വീട്ടിലെല്ലാവരും പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ എനിക്ക് ഇവനെ കണ്ടപ്പോഴാണ് സമാധാനമായി തുടങ്ങിയത്. ചേട്ടൻ ഇവനെ പറ്റി ഒന്ന് പറയല്ലേ? ഇതിനെപ്പറ്റി എന്താ പറയുക, അവൻ മറ്റവൻ്റെ മോനാണ്. ഹ്യൂഗോയുടെ ലാസ്റ്റ് മീറ്റിങ്ങിലുള്ള മെയിൽ പപ്പിയാണ്. പിന്നെ അവൻ്റെ 2 സിസ്റ്റേഴ്സും കൂടെ ഉണ്ട് ഇനി കൊടുക്കാനായിട്ട്. ബാക്കി എല്ലാവരും വേറെ വേറെ പുതിയ വീടുകളിലൊക്കെ പോയി. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും കുട്ടിക്കാലം തൊട്ട്, അതായത് നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു ബോണ്ട് എങ്ങനായിരുന്നു ശരിക്കും വന്നത്, അല്ലെങ്കിൽ എങ്ങനായിരുന്നു? പട്ടികാരനാണ് അവിടെയും ഉണ്ട് ഡോഗ്. മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ പോണ ആള് എൻ്റെ അമ്മയായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കണം, ഡോഗ് ലവർ ആയിരിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കണ്ടീഷൻസ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അർജുൻ ചേട്ടനെക്കാട്ടിൽ ഒരാൾ ഇനി ഇല്ല, ഈ ഭൂമിയിലില്ല എനിക്ക്. അപ്പം ഡോഗ്സിലൂടെയാണ് നിങ്ങളും പരിചയപ്പെട്ടതൊക്കെ? ഡോഗ്സിലൂടെ അല്ല, നമ്മൾ ഡാൻസിലൂടെയാണ് പരിചയപ്പെട്ടത്. പക്ഷെ അത് കഴിഞ്ഞ് ഡോഗ്സിനെയും കൂടെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സൗഭാഗ്യം അങ്ങനെ ഡോഗ് ലവറായിട്ട് അറിഞ്ഞൂടായിരുന്നു. കാര്യം കുഞ്ഞായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പം വീട്ടിൽ ഡോഗ്സ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് അപ്പോഴേ ഭയങ്കര പട്ടിപ്രാന്ത് അങ്ങനെയാണ്. എനിക്ക് കുറേ പഗ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി അതിൽ ഒരു പഗ്ഗിന് ഒരു ബ്രീഡറിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയാണ് കൊണ്ടുവരുന്നത്. അത് ഭയങ്കര വല്ലാത്ത കണ്ടീഷനിലൊക്കെയാണ് ഇരുന്നത്. എന്തോ ദുർഭാഗ്യവശാൽ ആ ബ്രീഡറിനത്തിൽ രക്ഷപ്പെട്ട് വന്ന ആ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, അതും എൻ്റെ മെയിൽ ഡോഗും തമ്മിൽ മേറ്റായി. അങ്ങനെ കുട്ടികളൊക്കെ ആയിപ്പോൾ അപ്പോൾ കുട്ടികളും ഫുൾ വീക്കായി. അതിന് ഫുൾ സ്കിൻ ഡിസീസും അസുഖങ്ങളും. അപ്പോൾ എല്ലാവരും പട്ടി എന്ന് പറയുമ്പോൾ മറ്റേ ക്യൂട്ടായിട്ടിരിക്കണം, നീറ്റായിട്ടിരിക്കണം, എന്നാലേ തൊടുവുള്ളൂ, സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് അസുഖം അസുഖമുള്ള ഡോഗ്സിനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻജ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 90% അങ്ങനെ വരാം. അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല സൈഡ്. അറിയാതെ ബ്രീഡായപ്പോൾ ഈ പറഞ്ഞ പോലെ കാണാൻ ഭംഗിയില്ലാത്ത ഡോഗ്സിന്റെ അടുത്ത് ഈ ആൾക്കാർക്ക് ഡോഗ് ലവ് കാണില്ല. മറ്റേ നന്നായിട്ടിരിക്കുന്ന പട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ ഡോഗ്സിന് ഇതുപോലെ ആൾക്കാർ ഇത് വന്ന് തൊടുക അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫുൾ അങ്ങനെ കാണാൻ പഗ്ഗിന് അത്രയും ഭംഗി ബ്യൂട്ടി ഒന്നുമില്ല. പക്ഷെ അർജുൻ ചേട്ടൻ വന്ന് ഇവരെ കൈകാര്യം ചെയ്യണൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഒരു ബാഹ്യമായ ഒരു ബ്യൂട്ടിയൊക്കെ നോക്കിയിട്ടല്ലല്ലോ സ്നേഹിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അവിടെയൊക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ്. എൻ്റെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഇറക്കിയൊക്കെ വിടുന്നത് അവർക്ക് എപ്പോഴും സ്നേഹപ്രകടനമാണ്. ഡോഗ്സിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹ്യൂമൻസിന്റെ സ്നേഹം പോലെയല്ല ഡോഗ്സിന്റെ സ്നേഹം. ഡോഗ്സ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പോർഷെ കാർ വേണമെന്നോ അല്ലെങ്കിൽ ഐവാച്ച് വേണമെന്നൊന്നും പറയാറില്ല. അവർക്ക് എപ്പോഴും ടൈം കൂടെ വരുന്നത് അവർക്ക് വേണ്ടത് സ്നേഹം മാത്രം. അത്രയൊക്കെ സമയം കൊടുക്കാൻ ഇപ്പൊ ഒരു ദിവസം ഒന്നും പറ്റില്ല. ഞാൻ ചുമ്മാ പങ്കിന് സോയയും മാത്രം കൊടുക്കുമ്പോൾ ഒരു ചിക്കൻ കൊടുക്കണം, അതേ സന്തോഷത്തോടെ കഴിക്കാറുണ്ട്. അവർക്ക് നമ്മളെ കൂടെ ഇരുന്ന് വാരി കൊടുത്താൽ. അല്ല, ഞാൻ ചോദിച്ചാൽ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഇപ്പം സൗഭാഗ്യ ചേച്ചിക്ക് ഷൂട്ട് ഉണ്ടാവാറുണ്ട്, അർജുൻ ചേട്ടൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ ചില സമയത്തൊക്കെ ഒത്തിരി സമയം കൊടുക്കാറുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ദേഷ്യമൊക്കെ കാണിക്കാറുണ്ടോ? ദേഷ്യമല്ല, ഇവര് ഡിപ്രസ്ഡ് ആവും, വിഷമം വരും. അല്ല, ദേഷ്യമൊന്നും കാണിക്കാറില്ല. പക്ഷെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് ബീച്ചിലൊക്കെ കൊണ്ടേ കളിപ്പിക്കുമ്പോൾ അത് അങ്ങനെ അങ്ങ് ഓക്കെ ആയിക്കോളും.
എവിടെയൊക്കെയാണ് നമ്മൾ രണ്ടുപേരും അങ്ങനെ ഇതുവരെ ബിസി ആയിട്ടില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ അവൈലബിൾ ലാസ്റ്റ് ഒരു ദിവസം ബീച്ചിൽ കൊണ്ടുപോയപ്പം പോലീസുകാരെന്ന് പറഞ്ഞു ഇവിടെ ബീച്ചിൽ ഡോഗ്സ് അലൗഡ് അല്ല. ഞാൻ അന്തം വിട്ടുപോയി. പിന്നെ ഇനി നമ്മൾ എവിടെയാണ് കൊണ്ടുപോയി സോഷ്യലൈസ് ചെയ്യണം? അല്ലെങ്കിൽ ഡോഗ്സിനെ കൊണ്ടുപോകാനായിട്ട് പിന്നെ ഡോഗ് പാർക്കിൽ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുമോ? ഏറ്റവും വലിയ തമാശ നമ്മുടെ മൊത്തം ഡോഗ്സ് നിൽക്കുന്നു ബീച്ചില്. അല്ല സ്ട്രേ ഡോഗ്സ് നിൽക്കൂലേ? അപ്പൊ നമ്മുടെ ഡോഗിനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇവിടെ ഡോഗ്സ് അലൗഡ്. എനിക്ക് തർക്കിക്കണമെന്നൊക്കെ ഉണ്ട്, അത് ഏത് ലോ ബുക്കിൽ എഴുതിക്കണം എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ചോദിച്ചുകൊണ്ട് യൂസ് ഒന്നുമില്ലല്ലോ. അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞ് അവിടെ ഒന്നും തർക്കിച്ച് അവർ വേറെ എന്തെങ്കിലും അടുത്തൊരു കാരണം കണ്ടുപിടിക്കും. ആ ഒരു മൂമെന്റ് അങ്ങ് നശിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഇറങ്ങി പോകുന്നു. പക്ഷെ എനിക്ക് ശരിക്കും വിഷമം വന്നത് നമ്മൾ പിന്നെ എവിടെയാണ് ഞാനാണെങ്കിൽ വെളുപ്പിന് 4 മണിക്കാണ് സമയത്തല്ല പോകുന്നത്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തല്ല പോകുന്നത്. നമ്മൾ ഈ ലേറ്റ് നൈറ്റ് ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ആൾക്കാരില്ല. അന്ന് നമ്മൾ വെളുപ്പിന് 4 മണിക്കാണ് കൊണ്ടുപോയത്. കാര്യം ആൾക്കാർ വരുന്നതിന് മുമ്പ് കൊണ്ടുപോയല്ലേ. ഇവർ വലിയ ഡോഗ്സ് അല്ലേ? ഇവരെ പോലെ തന്നെ നമ്മുടെ ഇവിടെ സുധാപ്പും ഉണ്ട്. സുധാപ്പിന് ഒരുപാട് ഫാൻസും ഉണ്ട് ആക്ച്വലി. ഇവരെ പോലെ ഒന്നും അല്ലത്. അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കാൻ വരായിരുന്നു, സുധാപ്പുനെ വളർത്താനായിരുന്നോ പാടതോ ഇവരെ വളർത്താൻ തന്നെയാണ് പാട്. കാരണം ഇത് കുറെ കൂടെ പെട്ടെന്ന് വലുതാവും, ഹൈറ്റ് കുറച്ചും കൂടെ കൂടുതലല്ലേ. ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ കാര്യങ്ങളും പഠിച്ച് സെറ്റ് ആവും. കുട്ടികൾ ഇനി കിടക്കയല്ലേ, ഇത്രയും വർഷം ഇനി നമ്മൾ മെനക്കെടുമ്പോഴല്ലേ അതിനൊരു ക്യാരക്ടറൊക്കെ ഫോം ആവുള്ളൂ. കുട്ടികളെ വളർത്തുന്ന ഏറ്റവും പാടെന്നൊക്കെ. ഇപ്പൊ സുധാപ്പ് ജീവിതത്തിലേക്ക് വന്നത് വളരെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. ആ സമയത്ത് പപ്പീസും ഉണ്ട്, ഇവിടെ ഡോഗ്സ് ഉണ്ട്. അപ്പം സുധാപ്പ് വന്ന സമയത്ത് ഇപ്പൊ സൗഭാഗ്യ ചേച്ചി ആണെങ്കിൽ ഫുൾ ടൈം സുധാപ്പിനെ ആയിരിക്കും എടുത്തിട്ട് നടക്കുന്നത്. ഇതപ്പോഴും പട്ടിയൊക്കെ നോക്കും. അല്ല അങ്ങനെയുള്ള സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു, വീണ്ടും അടുത്ത പപ്പി വേണമെന്ന് പപ്പി എടുത്ത ആളാണ്. സുധാപ്പ് വന്ന സമയത്താണ് എൻസോ വരുന്നത്. അപ്പൊ പപ്പി അതിന് മുമ്പ് ഇവിടെ ലൈക്ക പപ്പി വന്ന് കാനക്കോഴ്സ് ഫീമെയിൽ. അത് ഒരു 6th month പ്രഗ്നൻസിയിൽ പപ്പി വരുന്നു, പപ്പിയുടെ കൂടെ ഇരിക്കുന്നു. അതുവരെ എൻ്റെ ഡിപ്രഷൻ, എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് ചേട്ടാ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിച്ച പപ്പിയും കൂടെ ഇവിടെ പിടിച്ച് വാങ്ങിച്ചെടുത്ത് ഫ്രണ്ടാണ് ഭാര്യ, ഫ്രണ്ടാണ് ഗർഭിണി എന്നൊക്കെ ചോദിച്ച് എന്നെ ഇമോഷണലി പിടിച്ചു വാങ്ങിച്ച് വേറെ കനക്കോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് റിപ്പീറ്റഡ്ലി ഒരു ബ്രീഡ് വളർത്തുന്ന വലിയ അങ്ങനെ വൃത്തികേടെന്നല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് പുതിയ പുതിയ ബ്രീഡ്സുകൾ വളർത്തണം, അതെങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ സമയത്ത് ഒരേ ബ്രീഡിലുള്ള രണ്ടെണ്ണം എന്നിട്ട് അവളും ഉണ്ടായിരുന്നില്ല. അപ്പൊ കൊച്ചു ജനിച്ചപ്പോ പിന്നെ ഇതെടുത്ത്. അപ്പൊ ഇപ്പം സൗഭാഗ്യ ചേച്ചിയാണ് ഡോഗ്സിനെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അർജുൻ ചേട്ടനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നീ കൊണ്ടുപോവാ മോട്ടിവേറ്റ് ഞാൻ കാല് മോട്ടിവേഷൻ ഒന്നുമില്ല, കാല് പിടിക്കും ഞാൻ ചേട്ടാ പ്ലീസ്. ഇനി അടുത്ത ഒരു മെമ്പർ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട് വരുന്നുണ്ട് ഉടനെ തന്നെ. ഒരുപാട് നാള് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകിട്ടിൽ ഒരു പുതിയ മെമ്പർ കൂടെ. അപ്പൊ 8 പേരാകും. നോ എന്ന് പറഞ്ഞൊരു സാധനം എന്റെ അടുത്ത് പറയേയില്ല. മെനക്കേടൊക്കെ ആണെന്ന് അറിയാം, കൂടെ ഇരുന്ന് മെനക്കേട അല്ലാതെ തലയിലെഴുത്ത് ഇപ്പൊ ഹ്യൂഗോക്ക് പകരം 3 പപ്പീസ് ഇവിടെ ജോയിൻ ചെയ്ത്. അവരുടെ പേരൊക്കെ 2 ഹസ്കി. അത് ഫീമെയിലിനെ നമ്മൾ എടുക്കാൻ വേണ്ടി ഇരുന്നതല്ല, പിന്നെന്തോ അതൊരു യാദൃശ്ചികമായ ഒരു മൂവ് ആയിരുന്നല്ലേ. അത് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ഫീമെയിൽ എടുക്കണമെന്ന്? അതെങ്ങനെ സമ്മതിച്ചു കൊടുക്ക്. ഒരു ഹസ്കി മെയിലിനെ നമ്മൾ എടുത്തു, അപ്പൊ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടു എന്നുള്ള വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചേട്ടാ അന്ന് അതിനെ എടുക്കാം. അങ്ങനെ 2 എണ്ണം ഹസ്കി മെയിലും ഫീമെയിലും ഉണ്ട്. ഇപ്പൊ ബർഫിയും നൈലയും. ഇവരറിയാതിരിക്കല്ലേ ഭയങ്കര ചട്ടമ്പിളാണ്. ഇതാണ് ബർഫി. ബർഫിനെ നമ്മളറിയുന്നത് ഹ്യൂഗോ മരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു. ഒരു പപ്പി വരുമ്പോഴത്തേക്ക് എല്ലാ വിഷമം മാറുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന ചട്ടമ്പിയാണ് ഇവൻ. ഇവനെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് തോന്നി ഇവൻ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ലെന്ന് വെച്ചാൽ അങ്ങനെ ഈ ചട്ടമ്പിയും കൂടെ എടുത്തു. ഇവളാണ് ഇപ്പോൾ ഇവിടുത്തെ ഭയങ്കര ചട്ടമ്പി. ഉള്ള ഇവിടുത്തെ പേരാണ് കുറുക്കൻ. അതാണ് നൈല. ബർഫി വാ, ഇതാ ഇവിടെ വേടാ, എന്താ നല്ല അനുസരണം. എനിക്ക് ഹ്യൂഗോയെ പോലെ ഒരു ഡോഗ് വരില്ല എന്നറിയാവുന്നതുകൊണ്ട് എനിക്ക് കാനക്കോഴ്സോ അല്ലെങ്കിൽ പ്രസ കനേറിയോ അങ്ങനെ ഒരു മാസീവ് ബ്രീഡ് അല്ലെങ്കിൽ മാസ്റ്റിഫ്സിനെ എനിക്ക് വേണമെന്നില്ലായിരുന്നു. എൻ്റെ മനസ്സ് മൊത്തം ഞാനാണെങ്കിൽ എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ ആ സാധനം പിന്നെ റിപ്പീറ്റഡ്ലി കാണില്ല. സൗഭാഗ്യം നേരെ തിരിച്ചാണ്. പട്ടിക്കുട്ടി പോയി അന്നോട്ട് ഫുൾ TV-യിലും ഫോണിലും എല്ലാം ഇവൻ്റെ വീഡിയോ ഫോട്ടോ ഇതെന്നെ കണ്ട് കരച്ചിൽ നെഞ്ചത്തടി എന്ന് ഒരു 2 മാസമായിട്ട്. 2 മാസമായിട്ട് ഈ 2 പപ്പി, ആദ്യം ഒരു പപ്പി എടുത്ത് അങ്ങനെയൊക്കെ ഇല്ല. സാധാരണ ഒരു പപ്പി എടുത്ത സ്വാഭാവികം അങ്ങനെയല്ല, 24 മണിക്ക് പപ്പിയുടെ കൂടെ ഇരിക്കും. ഇത് എനിക്കറിയാം, ഹസ്കി ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ബ്രീഡാണ്. പക്ഷേ എനിക്ക് ഹസ്കി പോലത്തെ ഡോഗ്സിനെ അത്ര ഭയങ്കര ഒരു ഫാനല്ല ഞാൻ. ഹസ്കി ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ആളെ എനിക്കെപ്പോഴും ട്രെയിൻ ചെയ്ത് വെൽ ട്രെയിൻഡ് ആയിട്ട് മറ്റേ ഞാൻ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുമ്പോൾ തന്നെ ഇവിടെ അടുത്ത് വന്നിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പട്ടിയെടുത്തുള്ള ഒരു ഇത്.
അപ്പം ഹസ്കി അങ്ങനെയല്ല, കുറച്ചും കൂടെ ഭയങ്കര പ്ലേഫുള്ളാണ്. അവർ വിളിച്ച് വരണമൊക്കെ ഭയങ്കര പാടാണ്, അവർക്ക് മൂടൊക്കെ വേണം അവർ വരണം. പൂച്ചകൾ എങ്ങനെയാണെന്ന് ആൾക്കാർ പറയില്ല, അതുപോലെയാണ്. പക്ഷെ എന്നെ പൂച്ചകളാണ് ഞാൻ കാണിച്ചു തരാം, വിളിച്ചാൽ അപ്പം വരും. ഇത് എൻ്റെ നാടൻ പട്ടിക്കുട്ടിയാണ്, പേര് ചിച്ചു. പിന്നെ ആക്ച്വലി എനിക്ക് എറണാകുളത്ത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കിട്ടുന്നത്. ഞാൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്തൊക്കെ എനിക്കൊരു ബിഗ് ഡോഗ് ഇല്ലാത്തതുകൊണ്ട് അയ്യോ ആരെങ്കിലും വരുമോ കള്ളം കയറുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വലിയ ബ്രീഡിനൊക്കെ വളർത്തുന്നതിന് മുന്നേ എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ഈ നാടൻ പട്ടിയായിരുന്നു. ഇതുണ്ടെങ്കിൽ വീട്ടിലത്തെ ആരും കയറില്ല എന്നുള്ളായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരു പാവമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എറണാകുളത്ത് നിന്ന് പിന്നെ ഞങ്ങൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഷിഫ്റ്റായി വന്നപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള പട്ടിക്കുട്ടികളൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നത് ഇവൾ സ്വമേധയെ വണ്ടിക്കകത്ത് കയറി വന്നിരുന്ന് ഞങ്ങളുടെ കൂടെ വന്നതാണ് ട്രിവാൻഡ്രത്തേക്ക്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഫ്രണ്ട്സ് ബാക്കിയുള്ള സ്ട്രേ ഡോഗ്സ് ഒന്നും വിട്ട് വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്തോ ഭയങ്കര ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞ് നേരെ വന്ന് വണ്ടിയിൽ അങ്ങ് വന്ന് കയറി. അന്ന് തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അർജുൻ ചേട്ടൻ ഇതിനെ നോക്കിയിട്ടൊക്കെ പറയുന്നത് ഇതിനിപ്പോൾ ഏകദേശം ഒരു 10 വയസ്സൊക്കെ ആയി കാണും എന്നാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എത്ര വയസ്സിലാണ് എൻ്റെ അടുത്തോട്ട് വന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതാണ് ചിച്ചു.